وإن منهم لفريقا يلوون ألسنتهم بالكتاب لتحسبوه من الكتاب وما هو من الكتاب ويقولون هو من عند الله وما هو من عند الله ويقولون على الله الكذب وهم يعلمون وإن منهم തീർച്ചയായും അവരിലുണ്ട് ലഫരീഖൻ ഒരു കൂട്ടം ആളുകളുണ്ട് യൽവൂന അൽസിനതഹും ബിൽ കിതാബ് അവർ വേദഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ നാവുകളെ വളയ്ക്കുന്നു ലിതഹ്സബൂഹു മിനൽ കിതാബ് അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് വേണ്ടി വമാ ഹുവ മിനൽ കിതാബ് എന്നാൽ അത് വേദഗ്രന്ഥത്തിൽ പെട്ടതുമല്ല വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹ് അവർ പറയുന്നു ഇത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ് വമാ ഹുവ മിൻ ഇൻദില്ലാഹ് എന്നാൽ അത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമുള്ളതല്ല വയഖൂലൂന അലല്ലാഹിൽ കദിബ വഹും യഅലമൂൻ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ മേൽ കളവിനെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വേദക്കാരിലെ ദുഷിച്ച പണ്ഡിതന്മാരുടെ അതുപോലെ അവർക്ക് പിന്തുണ നൽകുകയും അവരുടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത ജനങ്ങളുടെയും ഒരു ദുസ്വഭാവം പറയുകയാണ്. അവർ അതിൽ നിന്നും പിന്മാറുന്നതിനും പരിശുദ്ധ ഖുർആൻ വക്താക്കൾ ഇത്തരം അവസ്ഥയിൽ നിന്നും സൂക്ഷ്മത പുലർത്തുന്നതിനും വേണ്ടി وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُمْ بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ ജനങ്ങൾ വേദഗ്രന്ഥത്തിൽപ്പെട്ട കാര്യമാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി നാവുകൾ വളച്ച് അവർ അഭ്യാസങ്ങൾ കാണിക്കുന്നു. ഒന്ന്, അള്ളാഹു നമ്മൾ ഹാഫിദീങ്ങൾക്ക് സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഖുർആനിൽ തെറ്റ് വന്നിട്ട് യാതൊരു ലജ്ജയുമില്ലാതെ ആ തെറ്റ് തിരുത്താതിരിക്കുന്നു. അതുപോലെ പണ്ഡിതന്മാർ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിലുള്ളതുപോലെ അവതരിപ്പിക്കുന്നു. ഖുർആനിലില്ലാത്ത കാര്യങ്ങൾ ഖുർആനിൽ ഉള്ളതുപോലെ, ഹദീസിലില്ലാത്ത കാര്യങ്ങൾ ഹദീസിലുള്ളതുപോലെ, മുൻഗാമികൾ ആരും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ അവതരിപ്പിക്കുന്നു. മതത്തിൻ്റെ വിഷയത്തിൽ കളവുകൾ പടച്ചുണ്ടാക്കി മതത്തിൻ്റെ മേൽവിലാസത്തിൽ അതിനെ പ്രചരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പെടുന്നതാണ്. ഇതിലേറ്റവും രൂക്ഷമായതാണ് കള്ളപ്രവാചകത്വവാദികൾ.
അള്ളാഹു അറിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയിച്ചു എന്ന് പറയുന്നത്. ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഖാദിയാനിസം. എന്നാൽ അവരുടെ തിന്മ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മൗലാന മുഹമ്മദ് മൻസൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഖാദിയാനിസത്തെ തിരിച്ചറിയാനുള്ള എളുപ്പവഴി എന്ന പേരിൽ വളരെ ലളിതമായൊരു കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അയാൾക്കൊരു പെണ്ണിനെ കെട്ടാൻ മോഹം വന്നു. ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് മുഹമ്മദി ബീഗം എന്ന പെണ്ണിനെ കെട്ടാൻ. പെണ്ണിൻ്റെ വാപ്പയോട് പറഞ്ഞു, ഇതുപോലെ അള്ളാഹു അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾ മോളെ കെട്ടിച്ചു തരണമെന്ന്. വേറെ ആർക്ക് കെട്ടിച്ചു കൊടുക്കാനാണെങ്കിലും ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ പടച്ചവൻ പറയുകയില്ല. കാരണം ചെറുപ്പം മുതലേ വികൃതിത്തരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കെട്ടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ വിരട്ടാൻ വേണ്ടി പറഞ്ഞു, വഹി ഇറങ്ങിയിരിക്കുന്നു, നിങ്ങൾ കെട്ടിച്ചു തന്നില്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകുമെന്ന്. ചാകുന്നെങ്കിൽ ചത്തോട്ടെ, പക്ഷെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരത്തില്ല. മൂന്നാമത്തെ വഹി ഇറക്കിയതായിട്ട് പറഞ്ഞു, ആ പെണ്ണ് മരിച്ചു പോകും, മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, ഞാൻ കെട്ടിച്ചു തരത്തില്ല. അതിനുവേണ്ടി ഖുർആനിൻ്റെ ആയത്തുകൾ അദ്ദേഹം കട്ടെടുത്ത് തയ്യാറാക്കി. ഇന്നാ റാദ്ദൂഹാ ഇലൈക്, ഞാൻ ആ പെണ്ണിനെ നിങ്ങളിലേക്ക് മടക്കി തരുന്നതാണ്. എന്നിട്ട് അദ്ദേഹം വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുത്തു വാപ്പ. ഉടനെ അദ്ദേഹം ആയത്തിറക്കി, ഇന്നാ റാദ്ദൂഹാ ഇലൈക്, നാം ആ പെണ്ണിനെ നിങ്ങളിലേക്ക് മടക്കി തരുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ ഭാഗ്യം കൊണ്ട് അതുകൊണ്ട് ചേർത്തില്ല. ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ ശത്രുതയെ പടച്ചവൻ നേരിടും. ഖുർആനിൻ്റെ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് അഭ്യാസം കാണിച്ചു. പടച്ചവൻ്റെ അപാര അനുഗ്രഹത്താൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി മരിച്ചു. ഈ മുഹമ്മദി ബീഗത്തിൻ്റെ വാപ്പ കുറേ നാൾ ജീവിച്ചു. മുഹമ്മദി ബീഗം വേറെ കല്യാണത്തിലായിട്ട് അവരും 40ഓളം വർഷം ജീവിക്കുകയുണ്ടായി. ഇയാൾ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മതത്തിലില്ലാത്ത കാര്യങ്ങൾ മതത്തിൽ കടത്തിക്കൂട്ടും. മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നുണ്ട്. ആൾക്കാരിൽ നിന്ന് നോക്കുമ്പോൾ ഒരു യതീമായ മുഹമ്മദ് ബിൻ അബ്ദില്ല ഉന്നതങ്ങളിൽ വിരാജിക്കുന്നു. ഞാനിങ്ങനെ യതീമൊന്നുമല്ല, കുറച്ച് പൈസയുമുണ്ട്, ഗവൺമെൻറ് സപ്പോർട്ടുമുണ്ട്, പിന്നെ ഞാനൊന്ന് നബിയായിട്ട് പൊട്ടിച്ച എന്താ? അതുപോലെ നമുക്കും ഉണ്ടാകും രോഗം. എന്താ പ്രസംഗമെന്ന് നോക്കി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചു കയറ്റിയാൽ എന്താണ്? لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ وَيَقُولُونَ هُوَ مِنْ عِنْدِ اللَّهِ وَمَا هُوَ مِنْ عِنْدِ اللَّهِ. വിശുദ്ധ വേദങ്ങളിൽ വാചകങ്ങളിൽ തിരിമറ നടത്തും, ആശയങ്ങളിൽ തിരിമറ നടത്തും. ഏതൊരായത്താണോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നത്, ആ ആയത്ത് വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തുന്നു. وَاسْأَلْ مَنْ أَرْسَلْنَا مِنْ قَبْلِكَ مِنْ رُسُلِنَا أَجَعَلْنَا من دون الرحمن آلهة يعبدون. മുൻകഴിഞ്ഞ നബിമാരോട് മഹാത്മാക്കളോട് ചോദിക്കും, അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും ദൈവമാക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ഈ ആയത്ത് കൊണ്ട് ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നു, മുൻഗാമികളോട് ചോദിക്കാൻ പറഞ്ഞു, മരിച്ച ഖബറുകളോട് ചോദിക്കണം, മരിച്ച മഹാത്മാക്കളോട് ചോദിക്കണം. പ്രത്യേകിച്ചും തെറ്റായ രീതിയിൽ നീങ്ങുന്നതായ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ വാചകങ്ങൾ, ഹദീസിൻ്റെ വാചകങ്ങൾ അത് മുറിച്ചും കഷ്ണിച്ചും വലിയ അപകടകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാറുണ്ട്. وَيَقُولُونَ هُوَ مِنْ عِنْدِ اللَّهِ وَمَا هُوَ مِنْ عِنْدِ اللَّهِ
സ്വന്തം ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഇത് അള്ളാഹുവിൻ്റെ വാക്കാണെന്ന് പറയും, റസൂലുള്ളാഹിയുടെ വാക്കാണെന്ന് പറയും. وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ. അവർ അള്ളാഹുവിൻ്റെ മേൽ അറിഞ്ഞുകൊണ്ട് നുണ പറയുന്നു. പരിശുദ്ധ ഹദീസുകളുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ശാഖ തന്നെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിരിക്കുന്നു. മൗദൂആത്ത്, കെട്ടുകഥകൾ, കെട്ട് ഹദീസുകൾ. ഇസ്ലാമിനോട് ശത്രുതയുള്ളവർ ശത്രുതയുടെ പേരിൽ ഷിയാക്കൾ ധാരാളം ഹദീസുകൾ, കെട്ട് ഹദീസുകൾ. അതുപോലെ തന്നെ സമുദായത്തെ നന്മയിലേക്ക് പ്രേരിപ്പിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം വിടുവായുത്തരങ്ങൾ ഖാല റസൂലുള്ളാഹി അങ്ങ് വിട്ടുകൊടുക്കും. മൗദൂആത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ട്. ദീനിനെ പറ്റി പറയുന്നത് സൂക്ഷിച്ച് വേണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുമാണ് പറയുന്നത്. എൻ്റെ വാചകങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്നുമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആദരവായ റസൂലിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇങ്ങനെ വ്യാജമായ ഹദീസുകളെ ഭയന്നുകൊണ്ട് സമുദായത്തിലൊരു വിഭാഗം ആളുകൾ ദഈഫായ ഹദീസുകളെയും നിന്ദിക്കും. പ്രത്യേകിച്ചും മലയാളികൾ ദഈഫ്, ബലഹീനം, ലൈഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ലൈഫായ ഹദീസുകൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഹദീസ് ബലഹീനമാണെങ്കിൽ അത് നട്ടലൊടിഞ്ഞതാണ്, അത് അംഗീകരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കുന്നുണ്ട്. മൗദൂആയ ഹദീസ് ഒന്നാണ്, ദഈഫായ ഹദീസ് മറ്റൊന്നാണ്. ദഈഫായ ഹദീസിൽ സ്വീകരിക്കേണ്ടതുമുണ്ട്, സ്വീകരിക്കാൻ പാടില്ലാത്തതുമുണ്ട്. അതിന് പണ്ഡിതന്മാരെ അവലംബിക്കേണ്ടി വരും. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാഉർ റിജാൽ എന്ന് പറയുന്ന ഒരു വലിയ ശാഖ തന്നെ സമുദായം പണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നിന്ന ആളുകൾ ദഈഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പോയപ്പോൾ വഴിയിൽ തുപ്പുകയുണ്ടായി, അദ്ദേഹത്തിന് ഹദീസ് ദഈഫായിരിക്കും. നമുക്ക് തുപ്പലേ ഉള്ളു ജോലി. മര്യാദകൾ കാണിക്കുന്നതിൽ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ ഏതോ ഒരു വിഷയം പറഞ്ഞപ്പോൾ കളവുണ്ടായി, അദ്ദേഹത്തിന് മുഴുവൻ ഹദീസുകളെയും ദഈഫ് എന്ന് പറയും. അതുകൊണ്ട് അത് സ്വീകരിക്കണമോ വേണ്ടയോ പണ്ഡിതന്മാർ അതിനെപ്പറ്റി വിശദീകരിക്കും. ഇന്നത് സ്വീകരിക്കാം, ഇന്നത് സ്വീകരിക്കാൻ പാടില്ല. ദീനിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി ദഈഫായ ഹദീസ് കൊണ്ടുവരുന്നു, സ്വീകരിക്കുകയില്ല. കുഷ്മാണി നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം കൊണ്ടുവരുന്നു, അതിന് തെളിവ് കൊണ്ടുവരുന്നു, ഹദീസ് ദഈഫ്, ഹദീസ് സ്വീകരിക്കുകയില്ല. എന്നാൽ ഫർദ് നമസ്കാരം, ഉദാഹരണത്തിന് നമസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ ശൈഖുൽ ഹദീസ് മൗലാന സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. അതിൽ ചില ദഈഫായ ഹദീസുകളുണ്ട്. ചില സഹോദരങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു ഈ കിതാബ് മുഴുവനും നുണയാണ്, നുണയാണ്, നുണയാണ്. അങ്ങനെ പ്രചരിപ്പിച്ചൊരു സഹോദരൻ പിന്നീട് അപകടത്തിൽപ്പെട്ട് മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതിനു മുമ്പ് അദ്ദേഹം തന്റെ വാക്കിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പക്ഷെ അവരുടെ ആളുകൾ ഇന്നും അത് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. നിസ്കാരത്തിന്റെ മഹത്വങ്ങളിൽ ആകപ്പാട് 5 കാര്യങ്ങൾ. 1, നിസ്കാരം നിർബന്ധം, ഫർദ് നിസ്കാരം നിർബന്ധം. 2, നമസ്കാരം മുടക്കുന്നത് കടുത്ത കുറ്റം. 3, ജമാഅത്ത് നമസ്കാരം നിർബന്ധം. 4, ജമാഅത്ത് നമസ്കാരം മുടക്കുന്നത് കടുത്ത കുറ്റം. 5, നമസ്കാരത്തിൽ ഭയഭക്തി നിർബന്ധം. ഇതിലേതാണ് ദീനിലില്ലാത്ത കാര്യം? അതിനുവേണ്ടി ചില ബലഹീനമായ ഹദീസുകൾ കൊണ്ടുവന്നു. ശൈഖുൽ ഹദീസ് ഓരോ ഹദീസിൻ്റെ അടിയിലും അതിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ട് വിവരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ദീനിലില്ലാത്ത കാര്യങ്ങളെ എതിർക്കുന്നത് കുറ്റമായതുപോലെ തന്നെ ദീനിലുള്ള കാര്യങ്ങളെ എതിർക്കുന്നതും വളരെ ഗുരുതരമായ പാപമാണ്. അതിന് കുഴപ്പമെന്താണ്? മലയാളത്തിൽ ആളുകൾ ഇറങ്ങിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ വെള്ളിയാഴ്ചത്തെ പ്രധാനപ്പെട്ട ജോലി ബുഖാരിയുടെ തെമ്മാടിത്തരങ്ങൾ, മുസ്ലിമിൻ്റെ വാറോലകൾ, ഇത് വിവരിക്കാനാണ് ഒരാളെ ജുമാ ദിവസമുള്ള പ്രധാനപ്പെട്ട പ്രഭാഷണ പരിപാടി. അത് കേൾക്കാൻ ആളുകൾ, പ്രചരിപ്പിക്കാൻ ആളുകൾ. സമുദായത്തിൽ പണ്ഡിതന്മാരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആര് പറയുന്നതിനെ പറ്റിയും ശ്രദ്ധയില്ല. ഇതും വളരെ ശ്രദ്ധിക്കണം. അലസത അപകടകരമാണ്, ഓവർ സൂക്ഷ്മതയും അപകടകരമാണ്. ഇസ്ലാം മധ്യമായ മാർഗമാണ്. ആ മാർഗം എന്താണ്? മുൻഗാമികൾ അംഗീകരിച്ചോ? അൽഹംദുലില്ലാ, അംഗീകരിച്ചു. മുൻഗാമികൾ തള്ളിക്കളഞ്ഞോ? നമ്മൾ തള്ളിക്കളയുന്നു. ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളാണോ? നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു, അംഗീകരിക്കുന്നു. അല്ലാഹു തആല ഒരു പാരമ്പര്യത്തിലാണ് ദീനിനെ തന്നിരിക്കുന്നത്. ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണം.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബാക്കൾ, ഫിഖ്ഹിന്റെ ഇമാമുകൾ, പണ്ഡിതന്മാർ, അവർ ശരി വെച്ചോ ശരി, അവർ പറഞ്ഞിട്ടില്ലയോ വേണ്ട. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ശരിയായ നിലയിൽ പഠിക്കലാണ്. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കലാണ്. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബാണ് പടച്ചവന്റെ ഭാഗത്ത് നിന്നും ഒപ്പിടുന്നതായ ആളുകൾ. ഒരു കിതാബിന്റെ പേരാണ്. ദീനിന്റെ വിധികൾ പറയുന്ന പണ്ഡിതന്മാർ പടച്ചവന്റെ ഭാഗത്ത് നിന്നും ഒപ്പിടുന്നവരാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം, സൂക്ഷിച്ച് പഠിക്കണം. ഉസ്താദന്മാരോട് കാര്യങ്ങൾ തുറന്നു ചോദിക്കണം. ഗ്രന്ഥങ്ങൾ പലതരം. അള്ളാഹുക്കാരെ വഴികൾ തുറന്നു തരും. സമുദായത്തിന് രക്ഷയായിരിക്കും, ജനങ്ങൾക്കും രക്ഷയായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.